ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഗൂഗിൾ ക്രോമിൽ നിന്നും പിന്നെ നമ്മൾ പോലും പല എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ന്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആവാം, അങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ ആ ഒരു സൈറ്റിൽ നിന്നും പിന്നീട് നമ്മൾ പോലും അറിയാതെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഗൂഗിൾ ക്രോമിൽ നിന്ന്. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഗൂഗിൾ ക്രോമിൽ നിന്ന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒരു സൈറ്റിൽ കയറുന്ന ആ സൈറ്റിൽ നമ്മുടെ ഈ ഗൂഗിൾ ക്രോമിൽ ഇത് വെച്ചിട്ട് ലിങ്കായിട്ട് ഇങ്ങനെ ഗൂഗിൾ ക്രോമിലേക്ക് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് വേണ്ടാത്ത നോട്ടിഫിക്കേഷൻസ്, അതായത് നമുക്ക് ഇപ്പം പരസ്യങ്ങൾ, ന്യൂസുകൾ, വേണ്ടാത്ത ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് വളരെ ഡിസ്റ്റർബായി തോന്നാറുള്ള പല നോട്ടിഫിക്കേഷൻസും വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെ കളയാമെന്നാണ് നോക്കുന്നത്. അതിന് ഗൂഗിൾ ക്രോം ഇങ്ങനെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഈ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തിൽ മാനേജ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മാനേജ് നോട്ടിഫിക്കേഷൻസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് താഴേക്ക് വരുമ്പോഴും നമുക്കിതിനകത്തിൽ ഇത് കണ്ടില്ലേ, നമ്മൾ കയറിയ സൈറ്റുകളാണിത്. നമ്മൾ ഓരോരോ സൈറ്റ് നമ്മൾ ഡയറക്റ്റ് കയറിയിട്ടുണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാൻ നോക്കുമ്പോഴോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ കയറും. ഓട്ടോമാറ്റിക്കായിട്ടത് കയറുന്നതാണ്. ഇങ്ങനെ വരുന്ന ഇതിൽ നമ്മൾ ഇങ്ങനെ അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് ഇതിനകത്തിൽ വന്ന നോട്ടിഫിക്കേഷൻസ് ഞാൻ ഇവിടെ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സൈഡിൽ കാണുന്ന നോട്ടിഫിക്കേഷനാണ് ഇത്. ഇപ്പം ഇതുകൊണ്ട് ക്ലിക്ക് ഓൺ ദിസ് ഡേ ടുഡേ, ഇതെന്തോ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നുകൊണ്ടിരുന്നതാണ്. ഞാൻ അത് ഓഫാക്കിയിട്ടു. അത് കഴിഞ്ഞ് BOODMO.com botmo.com, അപ്പോൾ അതിൽ നിന്ന് നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നായിരുന്നു. ഞാൻ അത് ഓഫാക്കിയിട്ടു. അപ്പം ഇത് അതുകൊണ്ട് ഇതെല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ. ഇതിവിടെ നിങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ ഓൺ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ ഗൂഗിൾ ക്രോം ഞാൻ പറഞ്ഞതിനോട്ട് തന്നെ ആപ്പ് ഇൻഫോ എടുത്തിട്ട് മാനേജ് നോട്ടിഫിക്കേഷൻസ് എടുത്തിട്ട് നേരെ ഈ ഒരു താഴേക്ക് വന്ന് മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഈ ഇങ്ങനെ സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, സൈറ്റ്. ഈ സൈറ്റിന് താഴെ നോക്കി നിങ്ങൾക്ക് ഇതെല്ലാം ഓൺ ആക്കി കിടക്കുന്നത്, ഇതെല്ലാം നേരെ ഓഫാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഈ സൈറ്റിൽ നിന്ന് നമുക്ക് വരുന്നതെല്ലാം ഓഫാവും. അപ്പോൾ ഞാനിവിടെ ഗൂഗിളിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസ് മാത്രമേ ഇവിടെ ഓൺ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓഫാണ്. കണ്ടില്ലേ, ബാക്കിയെല്ലാം ഓഫാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരാറില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുന്നതല്ല. അപ്പം ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.